ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ? അതിനായി നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഇത്തിരി ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള സ്പൈസീസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പ്, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതിലേക്ക് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു സവാള നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ഇത്തിരി മല്ലിയില ഇങ്ങനെ അരിഞ്ഞു കൊടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലെമൺ ജ്യൂസ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലത്തെ കുരുകളൊക്കെ മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കയ്പ്പ് വരുന്നതാണ്. പിന്നെ നമ്മൾ അതൊന്ന് മൂടി വെക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ അരി കഴുകി വൃത്തിയാക്കി വെച്ച അരി നമുക്ക് അതിലേക്ക് കൊട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മളത് അരി കൊട്ടി കൊടുത്തു. നന്നായി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ. അരി നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് മിക്സ് ആവട്ടെ എന്നുള്ള രീതിക്കാണ് ഇളക്കി കൊടുക്കുന്നത്. ഇനി ഒന്നും കൂടി അത് നമുക്ക് മൂടി വെക്കാം. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കതൊന്ന് ഇളക്കി നോക്കാം. ഇത്തിരി കൂടി ആവശ്യമായിട്ടുള്ള വേവിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി മൂടി വെച്ച് തുറന്ന് നോക്കിയപ്പോൾ ആവശ്യമായിട്ടുള്ള വെന്ത് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു റൈസാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടില്ലേ, ഒന്നിലൊന്ന് നമ്മൾ ഒട്ടാണ്ട് എടുത്തിട്ടുണ്ട്, അടിപൊളിയായി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കടായിൽ മാത്രമാണ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി അതിന് മുകളിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ലേശം മല്ലിയില ഇതുപോലെ അരിഞ്ഞ് നമുക്കൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കടായി അടുപ്പത്ത് വെച്ച് ആവശ്യമായിട്ടുള്ള ഒരു ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ അണ്ടിപ്പരിപ്പിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കിയെടുക്കണം, ഇല്ലെങ്കിൽ അത് വേഗം കരിഞ്ഞു പോകുന്ന സാധനം കൂടിയാണല്ലോ. പിന്നെ വേഗം മുന്തിരിയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ദേ ഇതുപോലെ പൊള്ളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ നെയ്ച്ചോറിലേക്ക് കൊട്ടിക്കൊടുക്കാവുന്നതാണ് കേട്ടോ. ആ നെയ്യ് ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ അടിപൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരു വട്ടം ഇത് ട്രൈ ചെയ്യണം. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ബീഫ് കറി, ചിക്കൻ കറി, എന്ത് കറിയുടെ ആണെങ്കിലും അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ.